ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ ആയിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ പറയുന്നത് ഭയങ്കര മടി തോന്നുക. കാരണം അല്ലെങ്കിൽ ആദ്യമൊക്കെ ഇങ്ങനെ എടുക്കായിരുന്നു. പിന്നെ അല്ലാണ്ട് ഇപ്പോൾ കുറേ ആയിട്ട് ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യും, അതിന് ഫുൾ വോയിസ് ഓവർ ചെയ്യുന്നു. ഭയങ്കര കൊതുക് കേട്ടോ പറമ്പിൽ. ഞങ്ങൾ കുറച്ച് മാങ്ങ പൊറുക്കാനായിട്ട് വന്നതാണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് പേരക്കമാങ്ങ ഒരുപാട് കുറേ വീണു കേട്ടോ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ കഴിയാനായിട്ടുണ്ട്. ഇപ്പോൾ കഴിയാനായപ്പോൾ നല്ലോണം പഴുത്തേം കൊണ്ട് കുറേ മാങ്ങ കിട്ടുന്നുണ്ട്. ഇതിനിടെ ഞങ്ങൾക്ക് തികയില്ലായിരുന്നു കേട്ടോ. ഈ ഒരു വെക്കേഷൻ ടൈം ആയതുകൊണ്ട് എല്ലാവരും ഉണ്ടാവില്ല. അപ്പോൾ മാങ്ങ പൊറുക്കാൻ അതിൻ്റെ ചോട്ടിൽ അടിയായിരിക്കും. പിന്നെ ചേച്ചി മോളും ഞങ്ങളൊക്കെ ഉള്ളപ്പോൾ കുറേ പെറുക്കിയിട്ട് ഇങ്ങനെ ചെത്തിയിട്ട് കഴിക്കും. ഇതിങ്ങനെ ചെത്തി കഴിക്കണം. ചന്തു കുഞ്ഞാറ്റ ഒക്കെ ഉണ്ടാവും. പിന്നെ കടൽമാടന്ന് കുഞ്ഞാറ്റ ആമി അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നില്ല. അവർ വന്ന സമയത്ത് ഈ ഒരു നാട്ടുമായി ഇങ്ങനെ പഴുത്തു തുടങ്ങണേ ഉള്ളൂ. ഒരു ഒച്ച വെക്കുമ്പോഴത്തേക്ക് ഓടും. നാട്ടുമായിക്ക് വലിയൊരു പോളിങ്ങില്ല. പക്ഷേ ഇപ്രാവശ്യം പേരക്കമ്മ ഒരുപാടുണ്ടായിരുന്നു. അതേപോലെ കുറേ കഴിക്കാൻ കിട്ടിയിട്ടോ. ഇങ്ങനെ വയറ് നിറച്ച് ഇത്തവണ പൂതി മാറി. മിക്കവാറും എല്ലായിടത്തേക്കും മാങ്ങുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ ചെത്തി കഴിക്കുക ചെയ്തിരുന്നത്. പിന്നെ കഴിഞ്ഞപ്പം ഇതിങ്ങനെ ചെത്താണ്ട് വെറുതെ ഇങ്ങനെ കഴുകിയിട്ട് ഇങ്ങനെ കടിച്ചടിക്കുമ്പോൾ ഭയങ്കര നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നോക്കണം, മാങ്ങ ഒന്ന് ചുറ്റും നോക്കിയിട്ട് ചിലപ്പോൾ പുഴു പ്രശ്നം ഇതിൽ കുറവാണ് കേട്ടോ. പുഴുണ്ടേ പോയി അപ്പോൾ കണ്ടാൽ നമുക്കറിയാം ഏകദേശം പുല്ലാത്ത മാങ്ങ. അതങ്ങനെ കഴിക്കുകയാണെങ്കിൽ നല്ല രുചിയാണ്. അപ്പോൾ ഇപ്പോൾ അവരൊക്കെ പോയപ്പം മാങ്ങ ഇഷ്ടം പോലെ ഉണ്ട്. കുട്ടികളൊക്കെ സ്കൂൾ തുറന്ന് പോയില്ലേ. അല്ലെങ്കിൽ ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ. കണ്ടോ, ഇവിടെ ഒരു കളം വരുന്നുണ്ട്. അവിടെ കുറേ പേര് കളിക്കാൻ വരും. അവരൊക്കെ വന്ന് പെറുക്കും. അന്നായിരുന്നു മാങ്ങിക്കടി. ഇപ്പം പിന്നെ അങ്ങനെ ആരും വരില്ല. വൈകുന്നേരമൊക്കെ ആകുമ്പോൾ വല്ല കുട്ടികൾ വന്നാൽ അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ വരും ഇത് പെറുക്കാനായിട്ട്. എന്നിട്ട് ഇങ്ങനെ ഞാനിപ്പോൾ ഇങ്ങനെ എല്ലാവരും ഉള്ളപ്പോൾ കുറേ കഴിക്കും. അല്ലെങ്കിൽ അങ്ങനെ പോകില്ല. ഇങ്ങനത്തെ ഒരു 3 വലിപ്പമുണ്ട് കേട്ടോ. 3-4 ഇരുന്ന് കഴിക്കും. അല്ലെങ്കിൽ ഞങ്ങൾ ഇരുന്ന് കുറേ കഴിക്കും. ചെത്തിടുമ്പോൾ അറിയില്ലല്ലോ. അപ്പം ഇങ്ങനെ മാങ്ങ കഴിക്കുക, അതൊക്കെ തന്നെയാണ് പരിപാടി. അപ്പം എന്തായാലും മഴയൊക്കെ വരുന്നുണ്ട്. അതിന് മുന്നേ പെറുക്കിയിട്ട് പോകാൻ നോക്കട്ടെ. ഇത് ഐസ് വീണ് കടായ പോലെ ഉണ്ടല്ലേ. ഇത് ഞാൻ 3 കഴുകിച്ചാൽ മറ്റേത് അമ്മ കഴുകാണ്ട് വെച്ചാലേ ഞാൻ അതിൽ കൊണ്ട് ഒരുമിച്ചിട്ട് പോയി. അപ്പം നല്ല മാങ്ങ നോക്കിയിട്ടതാ കഴുകി എടുത്തിട്ട് കേട്ടോ. ഞാൻ കടിച്ചു കാണിച്ചുതരാം. ഒന്നും കൂടെ ചെക്ക് ചെയ്യട്ടെ. ഇതിൻ്റെ മൂട് കുത്തിയിട്ടാ വീണിട്ടുള്ളത്. ഇവിടെ ചളങ്ങിയിട്ടുണ്ട്. അന്നൊരു സ്ഥലം വീഡിയോ കണ്ടിരുന്നു. ഒരാൾ ഇതേപോലെ മാങ്ങ ഇങ്ങനെ പെറുക്കിയിട്ട് നല്ല മാങ്ങയാണെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മേ വീഡിയോയിൽ ഇങ്ങനെ കാണിക്കട്ടെ. ഇതേപോലെ ഒരു കടി അടിച്ച് കാണിച്ചപ്പോൾ നിറച്ച് പുഴു എന്നിട്ട് തുപ്പിയിട്ട്. ഇതേപോലെ ഇതൊരു വ്ളോഗറാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നോ? പക്ഷെ ഇത് നല്ല ഫ്രഷാണ് കേട്ടോ. കണ്ടോ, നല്ല രസമാണ്. ഈ തോലും കഴിക്കാൻ ഒരു കുഴപ്പമില്ല. തോല് വലിയ കട്ടിയൊന്നുമില്ല. ഇറക്കി വിടാം, നമുക്ക് ഇഷ്ടമല്ല. മഴക്കാറ് നോക്ക്. ഇപ്പൊ നല്ലോണം കളർ വെച്ചിട്ടുണ്ട്. ഒന്നുകൂടെ മധുരം പേരക്കാങ്ങ എപ്പോഴും രസമാണ്. എന്നിട്ട് ഇപ്പൊ ചേച്ചി പോയില്ലേ, ചേച്ചി ഇങ്ങനെ പറയും അയ്യോ പേരക്കമാങ്ങ കിട്ടിയാലും കൊണ്ട് ഇപ്പം അമ്മ ഇങ്ങനെ കിട്ടുന്നത് കുറെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി പച്ചമ്മ കൊണ്ടുകൊടുക്കും. ഈ പേരക്കമാങ്ങ ഇങ്ങനെ പഴുക്കണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ ആ ഒരു പച്ച വന്ന സമയത്ത് തന്നെ കുറച്ച് മുളക് പൊടി ഉപ്പ് കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ചെനച്ച മാങ്ങ ഉണ്ടാവുമല്ലോ. ചെറുപ്പത്തിൽ ഇങ്ങനെ ഇത് ഫുള്ള് എറിഞ്ഞ് നിർത്തുക കഴിക്കുക. ഇപ്പം പിന്നെ അങ്ങനെ പോവില്ല കേട്ടോ. എനിക്കിങ്ങനെ പച്ച മാങ്ങ കഴിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. ചേച്ചി ഇരുന്ന് കഴിക്കുന്നതാണ്. ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടം. ഇപ്പോഴാണെങ്കിലും ഇപ്പോൾ ഈ ഒരു പുളിയുള്ള സാധനങ്ങളൊക്കെ ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അങ്ങനെ കഴിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പം ഞാനിങ്ങനെ തൊണ്ടോടെ കഴിക്കുമ്പോൾ അച്ഛമ്മ ചോദിക്കണം എന്തിനാ ഇങ്ങനെ കഴിക്കണേ, ചെത്തി കഴിച്ചാൽ പോരെയെന്ന്. ആ മാങ്ങ ഞാൻ ഇങ്ങനെയാക്കി കുറച്ചുകൂടെ കഴിക്കാണ്ടല്ലേ. അപ്പോൾ ഞാനവിടെ ഇരുന്ന് മാങ്ങ കഴിച്ചപ്പോൾ അച്ഛമ്മ ഇങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ പറയാൻ വേണ്ടി വന്നിരുന്നതാണ് കേട്ടോ. നിച്ചൂട്ടിന് എവിടെയെന്നൊക്കെ ചോദിക്കുകയാണ്. നിച്ചു അച്ഛൻ്റെ പുറകെ നടക്കുന്നുണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഇവിടെ നിന്നവന് ഭയങ്കര കാര്യമാണ് പുറത്തേക്ക് ഇറങ്ങാനേ. വീട്ടിലാകുമ്പോൾ ഞാനിങ്ങനെ മുറ്റത്തേക്ക് അങ്ങനെ അധികം ഇറങ്ങാണല്ലോ. പക്ഷേ വീട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ അച്ഛനമ്മ മിക്കവാറും പറമ്പിലായിരിക്കും. അപ്പോൾ അവിടെ ഇങ്ങനെ അമ്മേനെ സഹായിക്കലൊക്കെയാണ് അവൻ്റെ പണി കേട്ടോ. ഇന്നലെ ആണെങ്കിലും അമ്മ ഇങ്ങനെ ചുള്ളി വറക്കൊക്കെ ഉണ്ടാക്കി കെട്ടി വെക്കുക പരിപാടികളൊക്കെ ആയിരുന്നു. അപ്പോൾ അമ്മേൻ്റെ കൂടെ ഓരോ വറക്കെടുത്ത് അങ്ങോട്ട് കൊണ്ടുവെക്കുകയൊക്കെയാണ് അവൻ്റെ പണി. ഇപ്പം 2 ദിവസമായിട്ട് മഴ ഇങ്ങനെ നല്ല ഒഴിവുണ്ടല്ലോ. അപ്പം ഇപ്രാവശ്യം മഴക്കാലം നേരത്തെ പിടിച്ചത് കൊണ്ട് അധികം വിറകുകളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ പിടിച്ചല്ലോ. അപ്പം അമ്മ കുറച്ച് വെയിലുണ്ട് അപ്പോൾ അങ്ങനെ ആക്കിയാണ് കേട്ടോ. പിന്നെ രാവിലെ അമ്മ ചോറിന് അരി ഇടുന്നുണ്ട്. പിന്നെ അതേപോലെ മാമ്പഴ പുളിശ്ശേരി അങ്ങനെ വെച്ചിട്ടില്ല ഇപ്രാവശ്യം. അപ്പം ഇന്ന് അമ്മ മാമ്പഴ പുളിശ്ശേരിയൊക്കെ വെക്കാമെന്ന് പറഞ്ഞു. അതും കൂടെ ഉണ്ട്. അപ്പം അങ്ങനെ അച്ഛമ്മ ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതേപോലെ കുട്ടികൾ ജയിച്ച കാര്യമൊക്കെ ചോദിക്കുകയാണ്. ആ കുട്ടി ജയിച്ചോ, ഈ കുട്ടി ജയിച്ചോ എന്നൊക്കെ. ആരാ വണ്ടി കഴുകട്ടെ, വണ്ടി കഴുകി വെച്ചതല്ലേ നമ്മള്. അങ്ങനോടി പോണ്ടേ ചളിയാ. നാളെ
നമുക്ക് അംഗനവാടി പോവാം. അച്ഛനെ കുടിച്ചിട്ട് അംഗനവാടി പോട്ടോ. അവിടെ വെക്ക് കുഞ്ഞാ, അവിടെ കൊണ്ടുപോക്കാം. മേശപ്പുറത്ത് കൊണ്ടുപോക്കാം എന്റെ ഫോൺ. ഇത് കണ്ടോ? ആ ഉപ്പിടണം. ഉപ്പെടുത്തോണ്ടല്ലോ ലേശം. ആ ഉപ്പെടുക്ക്, വേഗം എടുക്ക്. ആ ഉപ്പിട്ടാ ചത്ത് പോകും. വേഗം എടുക്ക്, വേഗം എടുക്ക്. ഇതെന്താ നിച്ചു? അട്ട നോക്കടോ, കണ്ടോ? ആ അത് അത് അട്ടയല്ല, അത് വേറെ, അതേ ഇല്ല. ഇതിന് അട്ടയ്ക്ക് നമുക്ക് ഉപ്പിടണം. ഉപ്പിടുമ്പോ എന്താവും? അട്ട ചത്തു പോവും. അത് തന്നെ. അപ്പൊ അമ്മമ്മ ഉപ്പ് കൊണ്ടൊക്കെ കേട്ടോ. കുളിച്ചോ? നമുക്കിന്ന് പ്രവേശനോത്സവം. ആ ചത്ത് പോ, നോക്കിയോ? ഇപ്പൊ ചത്ത് പോയി നോക്കിയോ കേട്ടോ. ഇപ്പൊ അത് വിട്ടു പോകും കേട്ടോ, കാലിന് വിട്ടു പോകും മോനെ. അതെന്താ നിച്ചു? കണ്ടാ അതാ വിട്ടു, കണ്ടോ? കണ്ടില്ലേ? ആ ഓടി തടി എടുത്തു, കണ്ടോ? അതെ അവിടെ കിടന്ന് ചത്തു ചത്തു പോകും മോനെ. ആ അത് ചത്തുപോയി, കണ്ടോ? ചത്തുപോയി, അത് ചത്തുപോയി. പിന്നെന്താ? കണ്ടില്ലേ? ചോരൊക്കെ വരുന്ന കണ്ടോ കുഞ്ഞു? ഇടി ചോര വരുന്ന കണ്ടോ? അങ്ങനെ പോയി. കുട്ടി അങ്ങനെ പോകരുത് കേട്ടോ. ആ ഇതിനൊന്നും പോണ്ട കേട്ടോ. ഇത് കണ്ടോ? കണ്ടോ അതിന്റെ കൊമ്പ് കണ്ടോ? അതിനെ കൊല്ലണ്ടോ? അച്ഛൻ പറമ്പ് പോയി വന്നപ്പോൾ അച്ഛൻ്റെ കാലിൽ അട്ട പിടിച്ചതിൻ്റെ അത് അവൻ കാര്യമായിട്ട് നോക്കുകയാണ് കേട്ടോ. അവൻ എന്തെങ്കിലും ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. കഴിഞ്ഞ ദിവസം തന്നെ അച്ഛൻ്റെ കാലിൽ, ഇവിടുത്തെ വീട്ടിലത്തെ അച്ഛൻ്റെ കാലിൽ ഒരു അട്ട കടിച്ചിട്ട് ഭയങ്കരമായിട്ട് ചോരയായിരുന്നു. ഇങ്ങനെ നോക്കിയിരിക്കണ്ടായിരുന്നു അവൻ, എന്തൊക്കെയോ ചോദിച്ചിട്ടേ. പിന്നെ അച്ഛൻ അവനൊരു മിഠായി കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അച്ഛൻ ചോദിച്ചപ്പോൾ വേഗം തരാമെന്ന് പറഞ്ഞു കേട്ടോ. അമ്മ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല എന്നുള്ളത്. പിന്നെ ഇതുണ്ടോ, ഒരു ഇത് വീട്ടിലിങ്ങനത്തെ റിങ്ങുള്ള ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ. അപ്പം കുറേ ആയിട്ട് ഇതിൽ നമ്മൾ വലിയ മീനിടാം, കുഞ്ഞു മീനിടണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കൺഫ്യൂഷനായിട്ട് ഒന്നും ഇട്ടാണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ചേച്ചി വന്ന സമയത്ത് നമ്മൾ വീട്ടിലൊരു കുളം ഉണ്ടാക്കിയിട്ടില്ലേ, അത് പിന്നെ നമ്മൾ ടാങ്കൊക്കെ കീറിയിട്ടിലാണ്. ഇവിടെ നമ്മൾ അതേപോലെ തന്നെ ഒരു ടാങ്ക് ഉള്ളത് കീറിയിട്ട് അതിൻ്റെ അടിവശം ഞാൻ എടുക്കുക, മേലവശം അമ്മേൻ്റെ അടുത്ത് തരുന്നുണ്ടായിരുന്നു. ആ ഒരു മേലവശത്ത് ഓട്ട ഉണ്ടായിരിക്കുമല്ലോ, അപ്പം അതിലൊന്ന് ഷീറ്റൊക്കെ വിരിച്ച് ഒക്കെ സെറ്റാക്കിയിട്ട് പിന്നെ മണ്ണൊക്കെ നിറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ ആമ്പലും ഇതൊക്കെ നട്ടിരുന്നു വീട്ടിൽ. എന്താ പറയുക, മീനിനെ കൊണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ ആ ഒരു ഗ്യാപ്പ് കൂടെ എവിടെയോ വെള്ളം ഇറങ്ങിയിട്ട് വെള്ളം ഫുള്ള് വറ്റി പോകണം കേട്ടോ. അപ്പോൾ വീണ്ടും ഒക്കെ കോരി മാറ്റിയിട്ട് അപ്പോൾ ഈ ഒരു റിങ് അവിടെ ഉണ്ടല്ലോ അതിലേക്ക് എടുത്തിട്ടു. അതൊക്കെ ചേച്ചി അമ്മയും കൂടി ചെയ്ത പരിപാടിയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ വീട്ടിൽ നിന്നൊരു ആമ്പലിൻ്റെ തൈ ഉണ്ടല്ലോ നമ്മളെടുത്ത് അന്ന് കൊടുത്ത തൈ നാശമായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേറൊരു തൈയും കൂടെ പറിച്ചിട്ട് അതിലേക്ക് കൊണ്ടിട്ടിട്ട് ഒരു 10-30 ഗപ്പീനെയും കൂടെ കൊണ്ടിട്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും കണ്ടോ രസമായിട്ടുണ്ട്. ഇനി അത് പെട്ടെന്ന് തന്നെ ഒരു 1-2 തൈയും കൂടെ വേണമെന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ആയി വരുന്നില്ലേ ഉള്ളൂ, കുറച്ച് തൈയല്ലേ ഉള്ളൂ. അപ്പോൾ കടൽമാട് പോകുമ്പോൾ കുളത്തിൽ കുറേ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് മേടിച്ചിട്ട് അതിൽ ഇടാച്ചിട്ടാണ്. അത് മയില്. പൊന്തില്ല. വേണ്ട എന്തിനുണ്ണി അവിടെ ഇരിക്കണേ? തുടമണി എണീച്ചു വന്നു. മ്യാവ്. ഞാനിങ്ങനെ കുറേ നേരം പിന്നെ വീട്ടിൽ അമ്മേൻ്റെ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പോഴേക്കും നിച്ചും അച്ഛനും കൂടെ ഇന്ന് അംഗനവാടിയിലൂടെ പ്രവേശനോത്സവമാണല്ലോ. അപ്പോൾ അവനെ ചേർക്കാനായിട്ടില്ല. അവനിപ്പോൾ ഫെബ്രുവരിയിൽ 2 വയസ്സായിട്ടുള്ളൂ. അപ്പം 2 വയസ്സ് 4 മാസമൊക്കെ അവനായിട്ടുള്ളൂ. അംഗനവാടിയിൽ ചേർത്തണമെങ്കിൽ 3 വയസ്സാവണം, അല്ലാണ്ട് അവർ ഇരുത്തില്ല കേട്ടോ. അവനിങ്ങനെ പോയി വരും. ഇവിടുത്തെ അച്ഛൻ്റെ കൂടെ ആണെങ്കിലും പോയിട്ട് വരും കേട്ടോ. അപ്പോൾ ഇന്ന് അച്ഛൻ ബത്തേരി പോയപ്പം വീട്ടിലത്തെ അച്ഛൻ്റെ കൂടെയാണ് അംഗനവാടിയിലൊക്കെ പോയി വന്നു. പായസം അവന് കൊടുത്ത പായസം കേട്ടോ. അവനത് കഴിച്ചിട്ടൊന്നുമില്ല. അവൻ അങ്ങനത്തെ ഭയങ്കര മടിയാണ് എന്തെങ്കിലും സാധനം കഴിക്കാനായിട്ട്. നിശ്ചയ പായസം വേണ്ടേ? അവിടെ ഒറ്റയ്ക്കിരുന്നു, ഞാൻ അപ്പുറത്തിരിക്കുന്നു. ഒറ്റയ്ക്കിരുന്നു
കസേര മാറ്റി അവിടെ ഇരുന്നു. ടീച്ചർ എന്താ പറഞ്ഞേ? ഹാപ്പി ടു യു. അങ്ങനെയൊന്നല്ല പറഞ്ഞേ. നാളെ അംഗനവാടി പോകാൻ പറഞ്ഞല്ലേ? ഇനി മുതൽ കുട്ടികളുണ്ടോ? പുതിയ കുട്ടികളുണ്ടോ? 8 കുട്ടികള് 4-5 കുട്ടികൾ വന്നിട്ടുണ്ട്. നിശ്ചയ അങ്ങനാടി പോണ്ടോ? ഇല്ലേ? ടീച്ചർ വരാൻ പറഞ്ഞില്ലേ? അങ്ങനാടി പോയോ? മേലെ പോയി കൊറേ കളിച്ചു. കളിച്ചോ? ആ, വികൃതി കാട്ടിയോ? വികൃതി കാട്ടിയോ? ഇല്ല. ഊഞ്ഞാലടിയോ? അങ്ങനെ അടിയോ? പായസം കുടിക്കണ്ടേ? സ്പൂണിൽ നല്ല പായസമാണ്. ഇന്ന് ചൊല്ലി. ഇല്ല ഞാൻ കുടിക്കൂട്ടോ. പായസം കുടിച്ചോ? കുടിക്കാം. ഓക്കെ എന്നാ ബാ. അമ്മ കുടിക്കല്ല, കുറച്ച് കുഞ്ഞു കുടിക്കണം. എവിടെ? ആ എന്നാ ഇത്തിരി പായസം കുടിക്കാം. ഇച്ചിരി നല്ല മധുരണ്ട്. ഇച്ചിരി കുച്ചോളി. മധുരണ്ട്. പഞ്ചഞ്ചാണ്. പഞ്ചസാര ഉണ്ട്. ഉപ്പല്ല മധുരം. സ്പൂണിൽ തോന്നണം. നീ ഉണ്ണി വേണ്ട. അച്ഛൻ 10 പോ. ചെരുപ്പ് താഴർക്ക്. ഇത് അമ്മയ്ക്ക് വേണം, അമ്മയ്ക്ക് വേണം. ഞാൻ കുറെ നേരമായിട്ട് വീട്ടിലായിരുന്നു കേട്ടോ. അപ്പൊ ഇവിടെ വന്നപ്പോഴത്തേക്ക് എന്റെ കുറച്ച് ബാഗുകൾ വന്നിട്ടുണ്ട്. ഒരു 2 ബാഗ് 2-3 ദിവസം മുന്നേ വന്നാണ്. ആ ചെടി എങ്ങനെയുണ്ട്? ഞാൻ ഒരു മണി പ്ലാന്റ് ഇല്ലേ, വലിയ സൈസിലുള്ള മണി പ്ലാന്റാ. അതിനിങ്ങനെ ഈ കമ്പി കൂടെ കയറ്റാച്ചിട്ട് ഇങ്ങനെ ഇറക്കി വെച്ചതാ. അപ്പൊ കണ്ടോ കുറച്ചൊക്കെ ഒരു 1-2 ഇല ചുറ്റിയിട്ടുണ്ട്. അങ്ങനെ ഫുള്ള് ഇതിലേക്ക് വിടാൻ വേണ്ടിയിട്ടാ. കുറെ താത്തി കൊടുക്കാൻ പറ്റില്ല. അവിടുത്തെ ഒരു ചെടിയുണ്ട്. നീച്ചൂട്ടൻ അങ്ങനെ നടന്നോ ചിലപ്പോൾ പറഞ്ഞിട്ടു. അതുകൊണ്ട് ആ മേലെ കൂടെ ഇങ്ങനെ ചുറ്റി കൊടുക്കാനുള്ള പ്ലാനിലാണ്. അവിടെയൊക്കെ ചെടികൾ, ഇവിടെ കുറേ ചെടികളുണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ പണ്ട് വെച്ചാണേ. ഇപ്പം എക്സസൈസും ഇല്ല, ഒന്നുമില്ല. ഞാൻ തടിയാണെങ്കിൽ കൂടിയിട്ടുണ്ട്. ഏട്ടാൻ പറയുന്നുണ്ട് വർക്കൗട്ട് ചെയ്യ്. ഫുഡൊന്നും അധികം അങ്ങനെ കഴിക്കുന്നില്ല കേട്ടോ. കഴിക്കണ സമയത്ത് ഈ ബിരിയാണിയും അതിൻ്റെ ഹോട്ടൽ ഫുഡ് അത് കുറച്ച് ഇഷ്ടം കൂടുതലാണ്. എന്നാലും അത് ആഴ്ചയിൽ ഒന്നൊക്കെ കഴിക്കാറുണ്ട്. ബാക്കി വീട്ടിലൊക്കെ ആണെങ്കിൽ ഞാൻ അങ്ങനെ രാത്രി ഫുഡ് അധികം കഴിക്കാറില്ല. ഇപ്പം ആരെങ്കിലും വരുന്ന സമയത്ത് അല്ലെങ്കിൽ ശനി ഞായർ ഏട്ട വരുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾ നെയ്ച്ചോറിനൊക്കെ ആക്കാൻ അങ്ങനെയൊക്കെ എനിക്ക് കൊതി വരും. അപ്പം ഞാൻ രാത്രി കഴിക്കും കേട്ടോ. അല്ലാണ്ട് ഏട്ടല്ലാത്ത ദിവസങ്ങളൊക്കെ ആണെങ്കിൽ അച്ഛനും അമ്മയും ചിലപ്പോൾ ഉപ്മാവൊക്കെ ഉണ്ടാക്കുക അല്ലെങ്കിൽ ചപ്പാത്തിയൊക്കെ ഇരിക്കും. അപ്പം പിന്നെ അതിനോട് എനിക്ക് വലിയ കൊതിയൊന്നുമില്ല. അതുകൊണ്ട് അപ്പം ഞാനൊന്നും കഴിക്കില്ല. എന്തെങ്കിലും പഴം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ലൈറ്റായിട്ടേ കഴിക്കുള്ളൂ. എന്നാലും കുറച്ച് അടിച്ചിരുന്നില്ലേ. പക്ഷെ വെയിറ്റ് ഒരു കിലോയെ കൂടിയിട്ടുള്ളൂ. ഞാൻ ഉണ്ടല്ലോ ആ ബാഗുകളൊക്കെ ഇവിടെ ഉണ്ട്. കാണണ്ടോ? ഇതാ ഇതിൽ അതിൽ 2 പൊട്ടിച്ച് പറഞ്ഞില്ലേ, ബാക്കിയുള്ള പൊട്ടിച്ചില്ല. അപ്പം ഞാൻ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാച്ചിട്ട് ഞാൻ അങ്ങനെ വെച്ചിട്ടുള്ളതാണ്. എല്ലാം വില കൂടിയ ബാഗും അല്ല, വില കുറഞ്ഞ ബാഗും അല്ല, അങ്ങനെയല്ല കേട്ടോ. ചിലത് 400-നുണ്ട്, ചിലത് 1000-നുണ്ട്. അങ്ങനെ ഓരോ വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പം ഫസ്റ്റത്തെ ഒരു ബാഗാണ് ഈ ഒരു ലെവി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഈ ഒരു ബാഗ് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ വേറെ കളർ ഓപ്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ 1000 സംതിങ് എത്താൻ തോന്നുന്നു ഈ ഒരു ബാഗിന് റേറ്റ് വരുന്നുണ്ട് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഈ കാണിക്കുന്ന ബാഗ് ഏതെങ്കിലും മേടിക്കണം എന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഞാൻ ഒക്കെ എടുത്തിട്ടുള്ളത് ആമസോണിൽ നിന്നാണ്. ആമസോണിൽ നമ്മുടെ ഈ ഒരു ജൂൺ 4-ാം തീയതി വരെ വാർഡ്രോബ് റീഫ്രഷ് സെയിൽ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് മേടിക്കുകയാണെങ്കിൽ ടോപ്പ് ബ്രാൻഡ്സിലൊക്കെ നമുക്ക് 50 മുതൽ 80% ഒരു ഓഫ് ഉണ്ട്. അപ്പോൾ ഡിസ്കൗണ്ട് നോക്കിയിട്ട് മേടിച്ചാൽ മതിയാ. ഇതിങ്ങനെ ഒരു യെല്ലോ കളർ വരുന്ന ബാഗാണ്. അത്യാവശ്യം വലിയ ബാഗാണ് കേട്ടോ. എൻ്റെ അടുത്ത് കുറച്ച് കുഞ്ഞു ബാഗുകൾ ഉണ്ടാവുമല്ലോ, ജസ്റ്റ് എവിടെയെങ്കിലും പോകുമ്പോൾ പൈസ കളയുന്നത്. അങ്ങനത്തെ മുൻപ് ഒരു ഹോൾ വീഡിയോയ്ക്ക് ഞാൻ കാണിച്ച സമയത്ത് അന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ മേടിച്ചൊക്കെ നമുക്ക് പുറത്തിപ്പോൾ ജോലിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാനും, നമുക്ക് കോളേജിലേക്കൊക്കെ ആണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന ബാഗുകൾ കേട്ടോ. ഇതിപ്പോൾ ഞാൻ വലുതെടുക്കാനുള്ള കാരണം നിച്ചുവിനെയും കൊണ്ട് പുറത്തു പോകുന്ന സമയത്ത് അവൻ്റെ എന്തെങ്കിലും കുറച്ച് ഡ്രസ്സുകളൊക്കെ വെക്കേണ്ടി വരും. ഒരു തോർത്തുമുണ്ടോ അല്ലെങ്കിൽ അവരൊരു ഡ്രസ്സും അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാനുള്ള കൊണ്ട് എനിക്ക് വലിയ ബാഗാണ് ഇപ്പോൾ ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് ഒരു വലിയ ബാഗായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഒന്നല്ല കാണിക്കണം നോക്കി കേട്ടോ. അപ്പം ഇങ്ങനെയാണ് വരുന്നത്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഉള്ളിൽ കേട്ടോ. ഉള്ളിൽ ഇത്ര വീതി വരുന്നുണ്ട്. ചിലതിങ്ങനെ പ്ലെയിൻ ആയിട്ട് പോകും, അപ്പോൾ നമുക്ക് അധികം സാധനം കൊള്ളില്ല. പക്ഷെ ഇത് കണ്ടോ, ഇതിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു വീതി ഉണ്ട്. സ്പേസ് വരുന്നുണ്ട്. ഉള്ളിലാണെങ്കിൽ ഇവിടെ ഒരു സീ പോക്കറ്റിൽ വരുന്നുണ്ട്, നമുക്ക് പൈസയൊക്കെ സൂക്ഷിക്കാനായിട്ട്. പിന്നെ ഇവിടെ 2 കുഞ്ഞൊരു കള്ളിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയാണ് ഈ ഒരു ബാഗ് വരുന്നത്. മെറ്റീരിയലൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. ലേവി ആയതുകൊണ്ട് തന്നെ ബ്രാൻഡഡ് ആണ്, അതുകൊണ്ടാണ് ഇത്ര റേറ്റ് വരുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഒരു ബാഗ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത് വന്നിട്ട് ഈ ഒരു ബാഗാണ്. നല്ല വലുപ്പമുള്ള ബാഗാണ് കേട്ടോ. അപ്പം നമ്മൾ ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നല്ല ബാഗാണ്. അതാണെങ്കിലും ഇതാണെങ്കിലും ഒക്കെ ഇത് കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു സൈസായിട്ട് തോന്നുന്നുണ്ട്. ഇതിൻ്റെ അടി കണ്ടോ,
നമ്മൾ ബാഗ് എടുക്കുന്ന സമയത്ത് ഈ ഒരു അടിയിൽ ആ ഒരു സ്പേസ് ഉണ്ട് കേട്ടോ. നമുക്കിങ്ങനെ വിട്ടും ഇതൊക്കെ നോക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് എടുക്കാൻ വേണ്ടി നോക്കുക. എനിക്ക് മുൻപ് പറ്റിയിട്ട് ഞാൻ വലിയ ബാഗ് വെച്ചിട്ട് എടുത്ത സമയത്ത് അടി ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ തയ്ച്ചായിരിക്കും. അപ്പോൾ നമുക്ക് അടിയിലധികം വെക്കാൻ പറ്റില്ല. ഇതാണെങ്കിൽ നിങ്ങൾ ഭക്ഷണമൊക്കെ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ആ ഒരു പാത്രമൊക്കെ വെക്കാനുള്ള സൗകര്യം, കുപ്പിയൊക്കെ വലുക്കാനുള്ള അതൊക്കെ നോക്കിയിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു ബാഗ് ആണെങ്കിൽ നല്ല വലുപ്പമുണ്ട്. നമ്മളിവിടെ ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആ ഒരു സിപ്പ് പോക്കറ്റ് നേരത്തെ കണ്ടതിൻ്റെ ആ ഒരു സെയിം പാറ്റേൺ ഒക്കെ തന്നെയാണ്. ഉള്ളിൽ ഇവിടെ ഒരു സിപ്പ് പോക്കറ്റ് വരുന്നുണ്ട്. പിന്നെ ഈ ഉള്ളിൽ ഒറ്റൊരു കള്ളി, ഇവിടെ ഇങ്ങനെ 2 ഇതാക്കിയിട്ട് തിരിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ചെറിയ സാധനങ്ങളൊക്കെ ഇടാനായിട്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉള്ളിലായിട്ട് വരുന്നത്. ഇത് വന്നിട്ട് ഒരു ബ്ലൂ ബാഗാണ്. ഈ ഒരു ബാഗ് ഇത് കുറച്ചും കൂടെ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ബാഗാണ്. ഒരു ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. ഇതിൽ കുറച്ചും കൂടെ കള്ളികൾ വരുന്നുണ്ട് കേട്ടോ. കണ്ടോ, അടിയിലാണെങ്കിലും നല്ല സ്പേസ് ഉണ്ട്. ഇങ്ങനോ ഇതേപോലെ സ്പേസ് അത്യാവശ്യം അടിയിൽ നല്ലോണം കിട്ടുന്നുണ്ട്. പിന്നെ അതേപോലെ ഉള്ളിലാണെങ്കിൽ 3 കള്ളികളായിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പം നമുക്കിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടതാ ഒന്നിങ്ങനെ വരുന്നുണ്ട്. ഒരുമിച്ച് എല്ലാം കൂടെ ഇടാൻ ഇഷ്ടമില്ല, ഇങ്ങനെ കുറച്ച് കള്ളികൾ അധികം വേണമെന്നാണെങ്കിൽ ഇതിൽ കുറച്ചും കൂടെ കള്ളികൾ വരുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലായിട്ട് ഇതിൽ തന്നെ വേറൊരു സിപ്പ് പോക്കറ്റും കൂടെ വരുന്നുണ്ട് കേട്ടോ. നല്ല കളറൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഇതാണ് അടുത്തൊരു ബാഗ് എന്ന് പറയുന്നത്. പിന്നെയുള്ള ഇത് വലിയൊരു കവറാട്ടോ. ഇതിപ്പോൾ വന്നതാണ്. അതിപ്പോൾ തന്നെയല്ലേ ആണ്, അതിപ്പോൾ തന്നെയാണ്. ഇത് കുറച്ചും കൂടെ വലിയ കവറിലാവും. ഇതിപ്പോൾ എവിടെ നിന്ന് കീറുക. ഇതിൽ 2 ബാഗുകൾ വരുന്നുണ്ട് കേട്ടോ. ഒന്ന് ഇങ്ങനത്തെ ഹാൻഡ് ബാഗ് അല്ല, നമ്മൾ പുറത്തേക്ക് കിട്ടുന്ന കേൾക്കുന്നുണ്ട് സൗണ്ട്. ഷോൾഡർ ബാഗ് പോലത്തെ ഒരു ബാഗാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ അടുത്തൊരു 1 സൈഡ് ബാഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കളർ നോക്കുന്നത് ഒരു മുന്തിരി വൈൻ കളറില്ല, അതേപോലത്തെ ഒരു കളറാണ്. ബാഗ് കൊള്ളാം, അത് രസമുണ്ടല്ലേ. ഇത് കുറച്ചും കൂടി ചെറുതാണ് കേട്ടോ. നമുക്ക് മറ്റേതിനത്ര സാധനങ്ങളൊന്നും വെക്കാൻ പറ്റില്ല, പക്ഷെ ഒതുങ്ങിയിട്ടുള്ള ഒരു ചെറിയ ബാഗാണ്. അത് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ആദ്യം കാണിച്ച ആ 2 ബാഗൊക്കെ ആണെങ്കിലും ഇതേപോലെ എന്താ പറയുക, കുപ്പി വെള്ളം കൂടെ കായാൻ കുറേ സാധനങ്ങൾ പോകും. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ചെറിയ മക്കൾ അമ്മമാരാണെങ്കിലും കുറേ ഡ്രസ്സൊക്കെ കൊണ്ടുപോകണമെങ്കിൽ ആ ബാഗൊക്കെ ആയിരിക്കും നല്ലത്. ജസ്റ്റ് കുറച്ച് സാധനങ്ങൾ മാത്രമേ കൊണ്ടുപോകാനുള്ളൂ. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇതാ ഈ ഒരു ബാഗും. ഇതിലും കുടയോ ഫുഡൊക്കെ വെക്കാട്ടോ. അത് കുറച്ചും കൂടെ ഒതുങ്ങിയ ഒരു ചെറിയ ബാഗാണ്. നല്ല രസമുണ്ട്. ഈ കളർ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ അതേപോലെ തന്നെ ബാഗാണെങ്കിൽ ഭംഗിയുണ്ട് കാണാനായിട്ട്. ആയിട്ടുള്ള ഒരു കള്ളിയാണ് ഫസ്റ്റത്തെ വരുന്നത്. പിന്നെ അതേണ്ട ഒരു സിബ് ഉള്ളത്, അതേപോലെ തന്നെ 2 സിബ് വരുന്ന കള്ളികൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഉള്ളിലും കണ്ടോ ഒരു ചെറിയ, പൊതുവെ ബാഗിനുള്ളിൽ ചെറിയൊരു അറ ഉണ്ടാവുമല്ലോ, അതേപോലെ ഒന്നും കൂടെ വരുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒരു ബാഗിൻ്റെ ഇത് ഫോസ്റ്റലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ബാഗാണ് കേട്ടോ. നല്ല മെറ്റീരിയലാണ്. അപ്പം ഇതാണ് അടുത്ത ഒരു ബാഗായിട്ട് വരുന്നത്. പിന്നെ ഉള്ളത് ഇത് നമ്മളുടെ ബാക്കിലേക്ക് ഞാനൊക്കെ ഇത് മേടിക്കാനുള്ള റീസെർച്ചാൽ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ പുറത്തൊക്കെ പോകുമല്ലോ. അപ്പോൾ കറങ്ങാൻ പോകുന്ന സമയത്തൊക്കെ ഇങ്ങനെ ബാക്കിലൊക്കെ കിട്ടാൻ നമ്മൾ ടൂറൊക്കെ പോകുന്ന സമയത്ത് ആവശ്യമായിരുന്ന ടൈപ്പ് അങ്ങനത്തെ ഒരു ഇതാണ് കേട്ടോ. അപ്പം ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ മേടിക്കുന്ന സമയത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മുടെ കുറച്ചും കൂടി ലൈറ്റ് കളറായിരുന്നു. ഞാൻ ആ ഫോട്ടോയിൽ നോക്കുന്ന സമയത്ത് ഇതിനും കുറച്ച് റേറ്റ് ഉണ്ടാകുന്ന എൻ്റെ ഓർമ്മ വരുന്നത്. എന്താണ് വിസ്മി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ആണ്. അപ്പം എന്തായാലും കറക്റ്റ് റേറ്റ് എന്താ അറിയോ, ഓഫറുള്ള സമയത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് വ്യത്യാസം വരും. അപ്പം എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. ഇതേപോലെ നമുക്ക് ഇവിടെ ഇങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു കള്ളി വരുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നെ ഇത് ബാക്കിലാണ്. ഇങ്ങനത്തെ ബാഗ് എനിക്ക് മുൻപുണ്ടായിരുന്നു. എനിക്ക് അതേപോലെ ബാക്കിലാണ് ഒരു സ്പേസ് ഇങ്ങനെ തുറക്കാനായിട്ട്. എന്താ ഇവിടെ നമുക്കിങ്ങനെ പുറത്ത് പോകുന്ന സമയത്ത് എന്തെങ്കിലും കൊണ്ടുപോകാമെന്ന് മാത്രം. അപ്പം അല്ലാണ്ട് കുട്ടികൾക്ക് കൊടുത്തുവിടില്ലേ, അങ്ങനെയും കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്ന ഒരു ബാഗാണ് കേട്ടോ. നന്നായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ബാഗാണുള്ളത്. എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും മേടിക്കണം എന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. ഇതിപ്പോൾ ആ ബാഗിൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ളതാണ്. ഇതവിടെയൊക്കെ ഇനി അലമ്പായി കിടക്കുന്നുണ്ട്. ഞാനൊന്ന് ക്ലീൻ ചെയ്യട്ടെ. ഇനി എനിക്ക് മറ്റേ ചാനലിലും കൂടെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എടുക്കാമെന്ന്. അപ്പോൾ നമുക്കിതവിടെ മീൻ വറുത്തുണ്ട്, കറിയുണ്ട്, അതേപോലെ തന്നെ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് കുറച്ച് മാമ്പഴപ്പുളിശ്ശേരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ക്യാരറ്റും ബീൻസും കൂടെ ഉണ്ടായിരുന്നു, ഉപ്പേരി. പിന്നെ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം തുറമാങ്ങയില്ലേ. നമ്മളുണ്ടാക്കാം, അവിടെ ആർക്കും ഉണ്ടാക്കാൻ അറിയില്ല കേട്ടോ. എനിക്കൊന്ന് യൂട്യൂബിൽ നോക്കണം എങ്ങനെ ഉണ്ടാക്കണ്ടേന്ന്. എനിക്ക് അമ്മ തന്നെയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. അമ്മയ്ക്കും ജീവൻ ചേച്ചി കൊടുത്താണ്, ശരിയാണ്. അപ്പോൾ കുറച്ച് ചേച്ചിയും കൊണ്ടുപോയി, കുറച്ച് ഞാനും എടുത്തു. നല്ല രസമുണ്ടായി ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ. ചിലർക്ക് ഇഷ്ടമാവും, ചിലർക്ക് ഇഷ്ടാവില്ല അതിൻ്റെ ടേസ്റ്റ്. പക്ഷേ എനിക്കും ചേച്ചിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അത് അങ്ങോട്ട് മഴ തുടങ്ങിയില്ലേ. 2 ദിവസമായിട്ട് ആ ഒരു മഴ ഒഴിവുള്ളതിന് ഇപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടാണ് മഴ പെയ്യുന്നത് കേട്ടോ.
പെയ്തപ്പം അത്യാവശ്യം നല്ലൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ വിചാരിച്ചിരുന്നു പുല്ലൊക്കെ നനയ്ക്കണോ എന്നുള്ള വിചാരത്തിൽ നിൽക്കുമ്പോഴാണ് മഴ പെയ്തത്. അതുകൊണ്ട് ഇന്നിപ്പോൾ എന്തായാലും ആ ഒരു നനയ്ക്കലിൻ്റെ പരിപാടി കുറഞ്ഞു കിട്ടി. ഞാൻ പറഞ്ഞില്ലേ മഴ പെയ്തത് കൊണ്ട് മുറ്റത്തുള്ള അങ്ങനത്തെ എന്താ പറയുക മണ്ണിലുള്ള ചെടികൾക്കൊന്നും അധികം വെള്ളം വേണ്ട. പക്ഷെ ചട്ടിയിട്ടുണ്ടല്ലോ അതിനിങ്ങനെ ഒരു 2 ദിവസം വെള്ളം കിട്ടിയില്ലെങ്കിൽ മഴയില്ലെങ്കിലും ഉണങ്ങും. എങ്ങടാ പോയത് പറ. ഇതെന്താ മോത്തൊക്കെ എന്താ കഴിച്ചേ? തന്നില്ലല്ലോ. ഇല്ല തന്നില്ല. അമ്മ ആയിരുന്നില്ല തെറ്റി. നമ്മുടെ കുട്ടികളെ ഇച്ചാണ്ട് വത്താണ് ഇവിടെ. അമ്മ പറഞ്ഞല്ലോ പറയട്ടോ. ഹലോ പറ ചോദിക്കി. ഹലോ ഒന്ന് പാടാ സുട്ടോ. ഞാൻ അത് ബാഗാണേ. അമ്മ ബാഗിന്റെ വീഡിയോ എടുക്കായിരുന്നു. ഞാൻ പറഞ്ഞ മറ്റേ ചാനലിൽ കൂടെ വീഡിയോ ഷൂട്ട് ചെയ്ത ഡീറ്റെയിൽ ആയിട്ട്. അപ്പൊ ഞാൻ അതിന്റെ വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നു കേട്ടോ. കഴിഞ്ഞു. കുറെ നേരം അവൻ കയറി വരാൻ വേണ്ടി നോക്കുന്നു. അപ്പൊ ഞാൻ വേണ്ട അവൻ്റെ ബ്ലോക്ക് ചെയ്ത. ഇപ്പൊ എന്തായാലും വീഡിയോ എടുത്തു കഴിഞ്ഞു. നമ്മുടെ ഉണ്ണിൽ പാട്ട് പാടും. അമ്മയോട് പാട്ട് കൊടുക്കുന്നത് സുട്ടു പാട്ട് പാടും. പൂണ്ടി കട്ടനെന്നല്ല പൂമാനം പൂത്തൊലഞ്ഞി കുടിലെന്ത്. ഇവൻ ഞാൻ പറഞ്ഞില്ല പഴയ പാട്ടുകളൊക്കെ പഠിക്കുക. അവിടെ പോയിട്ട് അവിടുത്തെ അച്ഛൻ വീട്ടിൽ അച്ഛൻ ഭയങ്കര പഴയ പാട്ടിനാളാ. എന്നിട്ട് ഇവന് പാടിക്കൊടുക്കും. അത് കേട്ടിട്ട് അവൻ പഠിക്കും. അങ്ങനെയാണ് ഇവൻ പാടുന്ന കേട്ടിട്ടാണ് അങ്ങനത്തെ ഒരു പാട്ടുണ്ട് തന്നെ ഞാൻ അറിയുന്നത്. കുറേ ഞങ്ങൾക്കൊന്നും അറിയില്ല കേട്ടോ. കുറേ പഴയ പാട്ടുകളാണ് അല്ലേ. എന്നിട്ട് ഞങ്ങള് ഗൂഗിളിൽ സെർച്ച് ആക്കി അല്ല യൂട്യൂബിൽ നോക്കി. അപ്പോഴാണ് ആ പാട്ട് കാണുന്നത് ആദ്യമായിട്ട്. അവിടെ ഇച്ച് അതിന് വേറെ പാട്ട് മറ്റേ വേറെ ആളുടെ പാട്ടുകളെന്ന് വെച്ചിട്ടാ എനിച്ചിട്ട് എപ്പോഴും പാടുന്ന പാട്ടില്ലേ ആറ്റുന്നോട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് പാട്ട് തരട്ടെ. അമ്മ ഇട്ടിട്ട് പോയി. അവനതാ പാട് എവിടെ നിട്ടിന്ന് അറിയില്ല. അമ്പൊറ്റിക്കണന്റെ മുന്നിൽ അമ്മ ഇട്ടിട്ട് പോയി പാടും. വിഹിതച്ചിട്ടിട്ട് പോയി ഞാൻ. പോവാ നമുക്ക് ചായ കുടിക്കാൻ പോയതാ. വേണ്ടിട്ട് എന്ത് കുമ്പേ കാശിട്ട് കുറ്റി. ഓ അച്ഛന്റെ അമ്മന്റെ അവിടെ. അപ്പൊ ഇതെവിടെയാ? നമ്മളിപ്പോ മേലെ ഇനി താഴെ. ഇത് അമ്മേന്റെ താഴെ അച്ഛന്റെ. ഇങ്ങനത്തെ 2 എണ്ണം കൊണ്ടുവന്നിട്ടുണ്ട് ഏട്ടൻ. അപ്പൊ ഇതാണ് അമ്മേന്റെ താഴത്തെ അച്ഛന്റെ. അതെന്താണ് സംഭവം? അമ്മേന്റെ എന്താ അത്? മഞ്ഞ. മഞ്ഞ ഇപ്പൊ കളർ വന്നു കേട്ടോ. ഇതെന്താ കളറ്? പിങ്കോ. ഇത് പിങ്കോ. നീ എന്താണ് കിടക്കുന്നേക്കാ? വിങ്കല്ല. പിന്നെന്താ? നീല. കറക്റ്റ് ആണ്. പിന്നെ ഇതിലുള്ള കളർ കിട്ടാറില്ല. ഇത് പറഞ്ഞു. എന്നാ പോട്ടെ. എന്നാ ബായ് പറ. ബായ്. ഞങ്ങള് പിന്നെ വരാ പറ. ടാറ്റ പറ. കുട്ടി അത് വേഗ നീല. അത് ഏട്ടാ ഇങ്ങനെ കയറിയല്ലോ ഞാൻ. അമ്മയോ എടാതായിരിക്കും പൊറിക്കലും ഞാൻ. അങ്ങോട്ടെ പ്ലേറ്റ് കൊണ്ടോണേ. പിന്നെ വൈകുന്നേരമായപ്പം പക്കവട അതേപോലെ തന്നെ ചായ കുടിച്ചു. പിന്നെ വിളക്ക് വെച്ചു. പിന്നെ ഈ കുറേ വീഡിയോസ് എഡിറ്റ് ചെയ്യാനുള്ള കുറച്ച് പരിപാടികളുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ ഓരോ പരിപാടികളിലായിരുന്നു ഞാൻ. അപ്പോൾ അവൻ എൻ്റെ റുബിക്സ് ക്യൂബ് എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. അത് ഞാൻ അവന് കൊടുക്കാറില്ല. എന്ന് വെച്ചാൽ അവൻ കിട്ടിക്കഴിഞ്ഞാൽ എറിയും. അപ്പം അതിൻ്റെ ആ ഒരു ഇതൊക്കെ വീണ് പോണേം കൊണ്ടേ. അപ്പം അങ്ങനെ ഇടുന്ന സമയത്ത് മിക്കവാറും അവൻ എന്ത് കളിക്കുന്ന സാധനം കിട്ടിയാലും ആ ഒരു സോഫേൻ്റെ ജനലിൻ്റെ ഇടയ്ക്ക് കൊണ്ടു കേട്ടോ. അപ്പം ഞാനൊന്ന് പേടിപ്പിച്ചപ്പോൾ വേഗം എടുത്തിട്ടാണ്. പിന്നെ ഞങ്ങൾ കിടന്നുറങ്ങി.